ഹായ് ഗൈസ്, നമ്മുടെ സ്മാർട്ട് ഫോൺ രംഗത്ത് കാത്തിരുന്ന ഒരു ലോഞ്ചിങ് ആണ് എന്ന് വന്നിട്ടുള്ളത് ഐഫോൺ 17 പ്രോ 17 പ്രോ മാക്സ്. അതിൻ്റെ കൂടെ ഒരു എയർ എന്നുള്ള സംഭവം കൂടി അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. ഒരു ഒന്നൊന്നരായിട്ടാണ് അത്. അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഡിസൈനിങ് ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ കിട്ടണം എന്നുള്ള കോരിത്തിരിക്കുന്നൊരു അത്രയും പെർഫെക്റ്റ് ഡിസൈനിങ്ങും പെർഫെക്റ്റ് കളറിലും ഒക്കെയാണ് അവർ ആ ലോഞ്ചിങ് ടൈമിൽ അതിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17 വേർഷൻ്റെ കൂടെ ഇറങ്ങിയിട്ടുള്ളതാണെങ്കിലും അതിന് 17 എന്നുള്ളൊരു പേര് അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ജസ്റ്റ് എയർ, ഐഫോൺ എയർ. അത് എയറിൽ കയറുമോ എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും വളരെയധികം സവിശേഷതകളോട് കൂടിയിട്ടാണ് ഇപ്രാവശ്യത്തെ ഐഫോൺ 17 ഇറങ്ങിയിട്ടുള്ളത്. 17-ലെ 6.3 OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ, അതും 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ 24 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, ന്യൂ സെൽഫി എക്സ്പീരിയൻസ് ഒക്കെയാണ് അവർ അതിൽ കൊടുത്തിട്ടുള്ളത്. A19 ചിപ്പ്, സ്വാഭാവികമായിട്ടും A19 ചിപ്പ്, പിന്നെ 8GB റാമൊക്കെയാണ് ഐഫോൺ 17-ൽ അവർ കൊടുത്തിട്ടുള്ളത്. സ്മാർട്ടായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ലുക്കിലുമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഐഫോൺ 16-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ലുക്ക് വൈസിൽ വലിയൊരു മാറ്റങ്ങളും കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിലും തരക്കേടില്ലാത്ത ലെവലിലുള്ള ഒരു ഇത് ഐഫോണിനെ സംബന്ധിച്ച് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു ലോഞ്ചിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഐഫോൺ 17 പ്രോയിലും സെയിം ഡിസ്പ്ലേ സൈസ് ഏകദേശം ഒരു ചെറിയ വ്യത്യാസം. ഐഫോൺ 17-ൽ 6.27 ആണെങ്കിൽ ഐഫോൺ 17 പ്രോയിൽ 6.3 എന്നുള്ള ലെവലാണ് കൊടുത്തിട്ടുള്ളത്. സെയിം A19 ചിപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. A19 ചിപ്പ് തന്നെയാണ് പ്രോമാക്സിലൊക്കെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, പിന്നെ 24 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഒക്കെയാണ് നോർമലി യൂസ് ചെയ്തിട്ടുള്ളത്. ബാറ്ററി കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി അവരുടെ മറ്റേ അലുമിനിയമാണ് അവരുടെ ഇത് വരുന്നത്. ബോഡി മൊത്തം വരുന്നത് അലുമിനിയത്തിൻ്റെയാണ് വരുന്നത്. ടൈറ്റാനിയത്തിൻ്റെത് വരുന്നത് ഈ ഐഫോൺ എയറിലാണ് ടൈറ്റാനിയം ഇത് വരുന്നത്. പിന്നെ ലുക്ക് വൈസ് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന വിധത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ലോഞ്ചിങ്ങിനാണ് പ്രാവശ്യത്തിലുള്ളത്. ഭയങ്കര നമുക്ക് വാങ്ങിക്കണമെന്ന് തോന്നുന്ന ഒരു മെൻറ്റാലിറ്റി ഓട്ടോമാറ്റിക്കലി ഐഫോണിനോട് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള വേർഷനിൽ ഒരുപാട് മാറ്റങ്ങളും ലുക്കിൽ ഒരുപാട് മാറ്റങ്ങളും കളറിൽ ഒരുപാട് മാറ്റങ്ങളും ഒക്കെയാണ് ഈ ലോഞ്ചിങ് ഉണ്ടായിട്ടുള്ളത്. ഈ 17 പ്രോ മാക്സിലാണ് പിന്നെ സ്ക്രീനിൽ കുറച്ചൊരു ഹൈ ലെവൽ, അത് എല്ലാ വെർഷനിലും ഇറങ്ങുന്ന പോലെ തന്നെ 6.9-ൽ ഒരു വലിയൊരു മാറ്റത്തിലാണ് വന്നിട്ടുള്ളത്. A19 ചിപ്പ് തന്നെയാണ് അതിലും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 48 മെഗാ പിക്സൽ ക്യാമറ കാര്യങ്ങൾ ഒക്കെ സെയിം ആയിട്ടാണ് ഉള്ളത്. 24 മെഗാ പിക്സൽ 18 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അങ്ങനെ ഒരു പിന്നെ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ സെയിം സ്ക്രീനിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനും പറ്റുന്നുള്ളത് ഒട്ടുമിക്ക ആൻഡ്രോയിഡ് സിസ്റ്റം ഫോണുകളിലൊക്കെ ഉള്ള ഒരു ഫീച്ചറാണത്. പക്ഷേ ഐഫോണിൽ ഇപ്രാവശ്യം വന്നിട്ടുണ്ടത് നമുക്ക് ഒരേ റെക്കോർഡിങ്ങിൽ തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെയാണ് ഐഫോൺ 17 എയർ. ഐഫോൺ എയറിൽ 6.6 സ്ക്രീനാണ് വന്നിട്ടുള്ളത്. 6.6 എന്ന് പറയുമ്പോൾ ഐഫോൺ 17-നേക്കാളും വലിയ സ്ക്രീനാണ് വന്നിട്ടുള്ളത്. പക്ഷേ മറ്റേ ബാറ്ററി ബാക്കപ്പ് ഐഫോൺ 17-നെ സംബന്ധിച്ചിട്ട് കുറച്ച് കുറവാണ് ഐഫോൺ എയറിനുള്ളത്. ഭയങ്കര സ്ലിം ആയിട്ടുള്ള സാധനം. 17-നെ പോയിട്ടും 17 പ്രോ മാക്സിനൊക്കെ സംബന്ധിച്ചിട്ട് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ക്യാമറ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് നമുക്ക് globally across the world, eSIM only, and that's to keep it as slim as it is. The iPhone Air also only has a single bottom firing speaker, so no dual speakers because of its slim size. The price starts at around £1,000 or $1,000, and all iPhones will be available for pre-order from Friday the 12th of September, with delivery for the 9th. എൻ്റെ പേഴ്സണലി ഒരു ഒപ്പീനിയൻ. പിന്നെ നോർമലി ചിപ്പ് തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. 12GB റാം യൂസ് ചെയ്തിട്ടുണ്ട്. ഐഫോൺ 17-ലൊക്കെയും മറ്റേ 8GB റാമാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എയറിൽ അവർ 12GB റാം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐഫോണിൻ്റെ റാമിൽ വരുന്ന വേരിയേഷൻ അത്രയ്ക്ക് നോട്ട് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 8GB റാമാണ് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളായിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മ ഫീൽ ചെയ്യാത്തൊരു കമ്പനിയാണ് ഐഫോൺ എന്നുള്ളത്. അപ്പോൾ അവർ
12 GB റാമിലേക്ക് മാറ്റുമ്പോൾ അതിനേക്കാളും പെർഫോമൻസ് മുന്നോട്ട് നിൽക്കുന്നത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ 8 GB റാം പോരാ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈ ഐഫോണിൻ്റെ കാര്യത്തിൽ. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവാണ് 17 സംബന്ധിച്ച്. മറ്റെല്ലാത്തിനെ സംബന്ധിച്ചിട്ടും ഈ എയർ എന്നുള്ളത് ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് iPhone 17 ലോഞ്ചിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്.